ഹലോ, വെൽക്കം ബാക്ക് ടു മോംസ് ഡെക്കർ. നമ്മൾ എപ്പോഴും നമ്മുടെ വീട് ക്ലീൻ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഡെയിലി, ചില ആൾക്കാർ വീക്ക്ലി, ചില ആൾക്കാർ മേ ബി മന്ത്ലി ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷെ സാധാരണയായി നമ്മൾ ക്ലീനിങ്ങിന് ഇടയിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സുകളുണ്ട്. ഇവൻ ഞാനായാൽ കൂടി അതൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സുകൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് നമുക്ക് വളരെ ലാഭകരമായിട്ട് തോന്നും. അതായത് കുറച്ച് സമയം കൂടെ നമുക്ക് ലാഭിക്കും. എക്സ്ട്രാ വർക്കുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. മോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പല ഡിറക്ഷനിലോട്ടായിരിക്കും എപ്പോഴും മോപ്പ് ചെയ്യുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ്, ഡൗൺ ടു ഫ്രണ്ട്, അങ്ങനെ എങ്ങനെയെങ്കിലും ഓരോ സൈഡിലോട്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല നമ്മൾ കറക്റ്റായിട്ട് മോപ്പ് ചെയ്യേണ്ടത്. ഫസ്റ്റ് മോപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ മോപ്പിംഗ് നീറ്റാണോ എന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ്, അങ്ങനെയായിരിക്കും നമ്മൾ എപ്പോഴും മോപ്പ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ, തറയെല്ലാം ഉണങ്ങി കഴിയുമ്പം ആ ഒരു പാട് കാണത്തില്ല. നമ്മൾ പല ഡിറക്ഷനിലാകുമ്പോൾ നമ്മുടെ ഫ്ലോറിൽ ഉണങ്ങി കഴിഞ്ഞാൽ ഒരു പാട് കാണും. നമ്മൾ എപ്പോഴും ഗ്ലാസ് ക്ലീനർ ഉപയോഗിക്കാറുണ്ടല്ലേ. പക്ഷേ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കോമൺ മിസ്റ്റേക്ക് എന്താണ്, ഗ്ലാസ് ക്ലീനർ ഡയറക്റ്റ് നമ്മൾ മിററിലോട്ട് സ്പ്രേ ചെയ്യും. അതൊരിക്കലും ചെയ്യരുത്. അതിന് പകരം ഒരു ക്ലോത്ത് എടുത്ത് അതിനകത്ത് സ്പ്രേ ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും മിറർ നല്ല ക്ലീനായിട്ട് ക്ലീൻ ചെയ്യാനുള്ളത്. അതും എപ്പോഴും ലെഫ്റ്റ് ടു റൈറ്റോ അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റോ ആയിരിക്കണം. പിന്നെ ഈ കോർണർ മാത്രം നമ്മളൊന്ന് തേച്ച് കൊടുത്താൽ മതിയായിരിക്കും. അപ്പം നമ്മൾ മിററിൽ ഒരു പാടും കാണില്ല. മോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഫാനും കൂടി ഇട്ടുകൊണ്ടായിരിക്കും എപ്പോഴും മോപ്പ് ചെയ്യുന്നത്. അത് കാരണം എന്തെന്ന് നമ്മളെപ്പോഴും നമ്മൾ ആക്ച്വലി മോപ്പ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ഒന്ന് തൂക്കും, ചില ആൾക്കാർ തൂക്കാതെ ഡയറക്റ്റ് മോപ്പ് ചെയ്യും. അപ്പോൾ ഫാൻ ഇട്ടുകൊണ്ട് മോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊടി അവിടെ എല്ലാം സ്പ്രെഡാവും. അപ്പോൾ ആക്ച്വലി ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആദ്യം നമ്മൾ ഫ്ലോർ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. എങ്ങനെയാവട്ടെ, ലിക്വിഡ് ഒഴിച്ചോ ഡിറ്റോൾ ഒഴിച്ചോ എങ്ങനെയായാലും ക്ലീൻ ചെയ്യണം നന്നായിട്ട്. എല്ലാ എഡ്ജിലും ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിന് ശേഷം ക്ലീൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ആക്ച്വലി എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന വരുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് നല്ല ഹൈ സ്പീഡിലിട്ട് ഫ്ലോറെല്ലാം നമുക്കൊന്ന് വെറ്റ് മാറ്റി ഡ്രൈ ആക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഫാൻ ഇട്ടുകൊണ്ട് ഇനി ആരും തറ മോപ്പ് ചെയ്യാൻ നോക്കരുത്. അതിനുശേഷം എല്ലാം ക്ലീൻ ആക്കിയ ശേഷം ഫാനിൻ്റെ സ്വിച്ച് നല്ല ഹൈ സ്പീഡിലിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നല്ല പെട്ടെന്ന് തന്നെ അതെല്ലാം ഡ്രൈ ആയിക്കോളും. അതിലൂടെ നമുക്കുണ്ടാകുന്ന എന്താണ്, ഉണ്ടാകുന്ന ഈ പൊടിയെങ്ങും സ്പ്രെഡ് ആവത്തില്ല. എപ്പോഴും നമ്മൾ നമ്മളെപ്പോഴും തൂക്കാറുണ്ടല്ലേ. തൂക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കോമണായിട്ട് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ്, ഞാനും അതൊക്കെ ചെയ്തിട്ടുണ്ട്. മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ ഈ ബെഡൊക്കെ നമ്മൾ ആക്ച്വലി തൂത്തതിന് ശേഷമായിരിക്കും സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ബെഡ്, കർട്ടൻ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നീറ്റായിട്ടൊന്ന് തട്ടിക്കുടഞ്ഞ്, ബെഡിലൊക്കെ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം, കർട്ടനും അങ്ങനെയാണ്, അതെല്ലാം ഒന്ന് തട്ടി ജസ്റ്റ് ഒന്ന് തട്ടി, വലിയ പൊടി പോകുന്നതല്ല എന്നാലും ഒരു ചെറിയൊരു പൊടിയൊക്കെ പോകാൻ വേണ്ടി അതെല്ലാം തട്ടിക്കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ തറയൊക്കെ നന്നായിട്ട് തൂക്കാനുള്ളത്. അപ്പോൾ അതിലൂടെ നമുക്ക് സമയം ലാഭിക്കാം. പിന്നെയും തൂത്തതിന് ശേഷം പിന്നെയും തുടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ തൂത്തതിന് ശേഷം ഇതെല്ലാം ചെയ്യാന്ന് വെച്ചാൽ പിന്നെയും തറയിലെല്ലാം പൊടിയാകും, പിന്നെയും നമ്മളവിടെ ഡബിൾ വർക്ക് ചെയ്യേണ്ടി വരും. നമ്മളെപ്പോഴും വാഷ് ബേസിൻ, ഡൈനിങ് ടേബിൾ, കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ സാധാരണയായിട്ട് കണ്ടുവരുന്നത്, എല്ലായിടത്തും തുടയ്ക്കുമ്പോൾ എല്ലാം സെയിം ക്ലോത്ത് വെച്ചായിരിക്കും നമ്മൾ തുടയ്ക്കുന്നത്. വാഷ് ബേസിൻ, ഡൈനിങ് ടേബിൾ അതേ ക്ലോത്ത് വെച്ചാൽ ചിലപ്പോൾ കിച്ചനും നമ്മൾ കൗണ്ടർ ടോപ്പും ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആക്ച്വലി ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 3 സെക്ഷനിൽ കുറച്ച് ക്ലോത്തുകൾ ചെയ്യണം. ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചാൽ വലിയ ഉപകാരം. പല കളർ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ പല കളറുകളില്ല, കളറുണ്ട്, എന്നാലും വൈറ്റും എല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കും. ഞാൻ വൈറ്റ് കളർ കിച്ചണിലോട്ടും ഗ്രേ കളറ് വാഷ് ബേസിലോട്ടും ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മളെപ്പോഴും ക്ലോസറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ക്ലീനറൊക്കെ ഉപയോഗിച്ച് നമ്മൾ
കഴുകാറുണ്ടല്ലേ? കഴുകിയ ശേഷം നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്? എല്ലാം ഫ്രഷ് എല്ലാം കഴിഞ്ഞ ശേഷം അത് അതുപോലെ അങ്ങ് ചാരി വയ്ക്കും. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ അതൊന്ന് എല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ ശേഷം അതൊന്ന് കഴുകണം. കഴുകിയ ശേഷം ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമെല്ലാം അതുപോലെ തന്നെ ആ ക്ലോസറ്റിലോട്ട് വീഴും. ഏകദേശം വെള്ളമെല്ലാം പോയി കഴിഞ്ഞ ശേഷം ഡിസിൻഫെക്റ്റിംഗ് ലിക്വിഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ. ഞാനിപ്പോൾ തൽക്കാലം ലിക്വിഡ് ഉപയോഗിച്ച് നമ്മുടെ ഡെറ്റോൾ ലിക്വിഡ് ഉപയോഗിച്ചാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം രോഗാണുക്കളൊക്കെ അങ്ങ് പോയി കിട്ടും. നമ്മളെപ്പോഴും നമ്മുടെ ഒരു വിനാഗിരി എന്ന് പറയുന്നത് നമ്മുടെ ബെസ്റ്റ് ക്ലീനിങ് ഓപ്ഷനാണല്ലേ. അത് ക്ലീൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഡയറക്റ്റ് ഫ്ലോറിൽ ക്ലീൻ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ലിക്വിഡോ വാട്ടറോ ഉപയോഗിച്ചിട്ട് വേണം വിനാഗിരി നമ്മൾ ക്ലീനറായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. കൂടാതെ തന്നെ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അത്യാവശ്യം ഇതൊക്കെ തുടച്ചതിന് ശേഷം ഒന്ന് റഫായിട്ടൊന്ന് തുടച്ചതിന് ശേഷമായിരിക്കുമല്ലോ തറയൊക്കെ ഒന്ന് നമ്മൾ തൂക്കാൻ തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സോഫ സെറ്റ്, TV സ്റ്റാൻഡ് അങ്ങനെയുള്ളതൊക്കെ ആദ്യമേ നമ്മൾ പൊടി തട്ടിക്കളയും. TV സ്റ്റാൻഡ് പൊടി തട്ടിക്കളയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് താഴെ നിന്ന് മുകളിലോട്ടല്ല, മുകളിൽ നിന്ന് താഴോട്ട് വേണം നമ്മളെപ്പോഴും ഡസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് താഴോട്ട് ഇടാൻ. നമ്മൾ നോർമലി കണ്ടുവരുന്നത് എങ്ങനെയാണ്? നമ്മൾ താഴെ നിന്ന് ക്ലീൻ ചെയ്ത് മുകളിലൊക്കെ പോയി അങ്ങനെയാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. മുകൾ ഭാഗത്ത് നിന്ന് ക്ലീൻ ചെയ്ത് താഴോട്ട് വേണം. അതിന് ശേഷമേ നമ്മൾ തറ തുടയ്ക്കാനോ അല്ലെങ്കിൽ ചൂല് വെച്ച് തൂക്കാനോ പാടുള്ളൂ. അപ്പോൾ ഇത്രയും ടിപ്സുകളാണ് നമ്മൾ സാധാരണയായിട്ട് ഞാനും ചെയ്തിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം ഞാനിതൊക്കെ മാറ്റിയതോടെ എനിക്ക് കുറച്ചുകൂടെ സമയം ലാഭിക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.